സ്ത്രീകൾ വല്ലതും തന്നാൽ, സ്ത്രീകളുടെ ഭാഗത്ത് തന്നാൽ വാങ്ങാം. ഫൈൻ തിബിനലക്കും എന്ന ആയത്ത് 3 പ്രാവശ്യം ഞാൻ തെളിവുകൾ പറയുന്ന സമയത്ത് ഓതിയിട്ടുണ്ട്. മിൻ ഷൈഇൻ എന്നാണോ എന്ന് ഉസ്താദിനോട് അങ്ങോട്ട് തിരിഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഓതലല്ലോ, സംശയം ചോദിക്കൽ ഓതല. ഇതാണ് അവിടെ നടന്നത്. ഇതിനെയാണ് ആകത്തുക ഉരുട്ടി വരട്ടിയിട്ട് ഭയങ്കര വെല്ലുവിളി നടത്തി. ഇനി ഞാൻ മൗലവിയുടെ പ്രസംഗം ഓരോ ഭാഗം, അതായത് ഫുള്ള് ഞാൻ കേൾപ്പിക്കും. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഓരോ കഷ്ണം എടുത്ത് ഓരോന്നിനും മറുപടി പറഞ്ഞിട്ടാ പോവാ. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് മൗലവിയുടെ വാക്കുകൾ കേൾക്കാം. ഇയാൾ അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് കളിച്ച കളി കേൾക്കണ്ടേ? ഇയാള് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഇയാൾ ഓതിയവരായത്താണ് ആദ്യം കേൾപ്പിക്കുന്നത്. ആറ്റിങ്ങൽ പോയിട്ടൊരു മുഖാമുഖം നടത്തി, അവിടെ ഇയാളൊരു ആയത്തോതിയിട്ടുണ്ട്, ആറ്റിങ്ങൽ ആയത്ത്. അതൊന്ന് കേൾക്കാം. ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാൽ, വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ, ഉപയോഗിച്ചോളൂ. ഇത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. ഖുർആനിൽ സന്തോഷത്തോടെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വല്ലതും തന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറയുമ്പോ അത് വാങ്ങൽ ഹറാമാണ് എന്നൊരു മസ്അല പറയുന്നുണ്ടെങ്കിൽ, ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ പോലെ സ്വന്തം മതമുണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന വെല്ലുവിളിക്കുന്നവരോടെ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയൊക്കെ ഈ പരിപാടി ഇവിടെ. നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങൾ. ആച്ച കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ. ആയത്ത് കണ്ടോളി. ഫൈൻ തിബിനലക്കും നോക്കോ. ഫൈൻ തിബിനലക്കും എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്. നിർത്തിവെക്കല്ലേ? നിർത്തിക്കോ, ഇന്ന് മുതൽക്ക് നിർത്തിക്കോ പ്രസംഗം. നോക്കോ. ഫൈൻ തിബിനലക്കും. ഒന്നുകൂടി വെക്ക്, എല്ലാവർക്കും മനസ്സിലാക്കട്ടെ. വെല്ലുവിളിച്ചല്ലേ നാദാൾക്ക് വന്നത്. വെല്ലുവിളിക്കുന്നവരോടെ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയൊക്കെ ഈ പരിപാടി ഇവിടെ. നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങൾ. ആച്ച കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ. നോക്കൂ. ഫൈൻ തിബിനലക്കും, ഫൈൻ തിബിനലക്കും, ഫൈൻ തിബിനലക്കും. സർവ്വമൗലിമാരും നടക്കൂ ചെരുപ്പുമ്പോൾ. നാദാവർക്കൊന്ന് വെല്ലുവിളിച്ചതാണല്ലേ. ഇനി ബാക്കി വെക്കുമോനെ, ഞാൻ ഓരോന്നോർന്ന് കാണിച്ചു. ഇന്നായതല്ല, മിന്നിയായതുമല്ല. നിങ്ങളും മനഃപൂർവ്വം കൃത്രിമം കാണിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളിവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞുതരാ സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാൾ ആയത്തോതിയെന്നറിയോ? ഇയാൾ ആയത്തോതിയത് എന്തിനാ? സ്ത്രീധനത്തെ പറ്റി അവിടെ ചോദ്യം. അപ്പൊ ഇയാൾ പറയണേ കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയത് തെറ്റൊന്നുമില്ല, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയണേ പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്ന തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞാ ഈ ആയത്തോതരുത്. എന്നിട്ടാ മൂപ്പര് ആയത്തോതരുത്. ആയത്തോദന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്. പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും, പറ്റും, പറ്റും. തഫ്സീറുൽ കബീർ, ഇമാം റാസിയുടെ തഫ്സീർ 948. ചെറുപ്പും പെറുക്കി നടന്നാ പോരാ കേട്ടോ. ആരാന്റെ ചെരുപ്പും പെറുക്കി നടന്നാ പോരാ, കിതാബ് ഓതി പഠിക്കണം കേട്ടോ. കേട്ടോളൂ. ഈ ഇൽം ഇമാം റാസി ഈ തഫ്സീറിൽ പറയും. ഈ ആയത്തിന്റെ തഫ്സീർ ഈ ഇൽം അറിഞ്ഞോളണം മൗലവിമാര്. അതിന്റെ അർത്ഥം വെച്ചത് ഇൽം അറിഞ്ഞോളണം. അന്നഹു തആല, നിശ്ചയം അല്ലാഹു തആല ലമ്മ അമറഹും ബിഇതാഇഹിന്ന സദഖാതിഹിന്ന, സ്ത്രീകൾക്ക് അവരുടെ മഹറുകൾ കൊടുക്കണം എന്ന് കൽപ്പിച്ചപ്പോൾ, ഇവിടെ 2 തഫ്സീർ ഇമാം റാസി പറയുന്നുണ്ട്. ഒന്ന് ഭർത്താക്കന്മാർ കൊടുക്കണം എന്നാണ് ഇതിന്റെ തഫ്സീർ. ഒരു തഫ്സീർ. മറ്റൊന്ന് ഭർത്താക്കന്മാരോട് വാങ്ങിയത്
രക്ഷിതാക്കളെ പെണ്ണുങ്ങൾക്ക് കൊടുത്തേക്കണം, അവർ കയ്യിൽ വെക്കരുത് എന്നാണ് വേറൊരു തഫ്സീർ. അതിന്റെ ശേഷം പിന്നീട് പറയാം അഖബഹു, ഇതിന്റെ മുമ്പ് വിശദീകരിച്ചാണ് ആ തഫ്സീർ. അഖബഹു, അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറഞ്ഞു ബിദിക്രി ജവാസി ഖബൂലി ഇബ്റാഹിഹ വഹിബതിഹാ ലഹു. ആ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുക്കാനുള്ളത് ഒഴിവാക്കി കൊടുത്താൽ അത് സ്വീകരിക്കലും ജായിസാണ്. വഹിബതിഹാ ലഹു, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് പൊരുത്തപ്പെട്ട് എന്ത് ദാനം കൊടുത്താലും ആ ദാനം കൊടുക്കുന്നതെല്ലാം സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നു. ഇപ്പൊ പറ്റില്ലേ?